ഏതോ ഏതോ ഒരു വീട് പുതിയ റോഡ് പുതിയ റോഡ് പുതിയ റോഡായത് പുതിയ റോഡ് ഇങ്ങനെ പണിയായി സൈഡ് കിട്ടി കോൺക്രീറ്റ് ചെയ്യണം. ഏതോ ഒരു വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റെല്ലാം കൊണ്ടിട്ടേക്കുക. റോഡ് കൊണ്ടിട്ടേക്കുക. പുതിയ റോഡ് പണിയുന്നതിൻ്റെ ഈ ആയിട്ട് കൊണ്ടിട്ടേക്കുക. മണ്ണടിച്ചതിൻ്റെ അത് നിരത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊക്കെ മണ്ണിട്ട് എൻ്റെ സൈഡ് കെട്ടിട്ട് മണ്ണിടിച്ച് ചെയ്യുന്നു. സൈഡ് കെട്ടാനും തറ പുതയ്ക്കാനും കണ്ടത്തേക്ക് വേണ്ടി അവിടെ മണ്ണും വണ്ടി പുതയ്ക്കാനും ഇതൊക്കെ കട്ട പൊളിഞ്ഞിട്ടേക്കുമായിരുന്നു. ഞാൻ ഇട്ടേക്കുമായിരുന്നു. ഇട്ടേക്കാം. കുട്ടമ്പളി ഇങ്ങനെ മണിഞ്ഞാന്ന് ഉണ്ടായിരുന്നു പണിയുണ്ടായിരുന്നു. ഇന്നലെ എടുക്കാൻ പറ്റി. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പുതിയ റോഡിൽ കയറി കാവിക്കുന്നുണ്ടോ കാണിക്കും. ആണ്ടാണ്ട് പുതിയ റോഡിൽ കയറി ഇടാവ് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കട്ടുമുറി ഇങ്ങനെ ഇട്ടേക്കുക. ആറ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കട്ടുമുറി ഇട്ടേക്കായിരുന്നു. ഇങ്ങനെ ഇരിക്കുക റോഡ്. പുതിയ റോഡ് ഇപ്പം കുറച്ചാളുണ്ട്. പുതിയ റോഡ് ഇങ്ങനെ വെട്ടിപ്പണിയേണ്ടി വരും. ചെറിയൊരു റോഡായിരുന്നു. പിന്നെ എല്ലാവരും കൂടി നടന്ന വഴി അത് നടപ്പാതെയായി. ഒരു വണ്ടിക്ക് പോകേണ്ട വീതിക്ക് പണിയ കൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചു വണ്ടിക്കൊക്കെ പോകാം. ഒരു വണ്ടിക്ക് അങ്ങോട്ട് ചെയ്യും. 2 റോഡുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ വയലിൽ അപ്പുറം ഒരു റോഡുണ്ട്. അങ്ങ് കരയ്ക്ക് ഒരു റോഡുണ്ട്. ഇങ്ങനെ കരയ്ക്ക് ഒരു റോഡുണ്ട്. അതിൽ പോച്ച അടിക്കുന്ന മെഷീനായിരുന്നു. കാട് വെക്കും. വെള്ളം മുതൽ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുക. ഇവിടെ മുതൽ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുക. ബേസിലും കോൺക്രീറ്റ് ചെയ്ത ഇതോടെ പൂട്ട് ഇങ്ങനെ പോകണം. ഇതോടെ കോൺക്രീറ്റ് ചെയ്ത് അത് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യണം.
അവിടെ ഇങ്ങനെ രണ്ട് വഴി രണ്ട് തോടും എടുത്തിരിക്കുന്നത്, രണ്ട് വഴി എടുത്തിരിക്കുന്നത്. അവിടെ രണ്ട് വഴി എടുത്തിരിക്കുന്നത് അവിടെ ഇതൊക്കെ തോട് പോകുന്നുണ്ട്. അങ്ങോട്ട് ആയിരിക്കുന്നതുകൊണ്ട് വയലിൻ്റെ കണ്ട് അങ്ങ് സൈഡുണ്ട്. ആ വീട് നിൽക്കുന്ന ഫ്രണ്ടിൽ കൂടെ അതൊക്കെ ടാപ്പ് കെട്ടിക്കുന്നുണ്ട്, മഞ്ഞ ടാപ്പ്. അത് വീടിൻ്റെ സാധനമൊക്കെ പുതിയ വീട് വെക്കുക, എൻ്റെ പണിസാധനങ്ങളൊക്കെ വെച്ചേക്ക് സ്ഥലമായത്. അവിടൊക്കെ റോഡുണ്ട്, ഇതൊരു റോഡുണ്ട്, രണ്ട് തോടുമുണ്ട്. ആ തോടിൻ്റെ ഒരുമിച്ച് ഒരുമിച്ച് സ്ഥലമാണ് ഇതൊക്കെ നാട്ടിലെപ്പുറത്ത്. നോക്കട്ടെ, അങ്ങോട്ട് പോയി നോക്കട്ടെ. പാമ്പ് അച്ചു വന്നെങ്കിൽ